പക്ഷെ ശബരിമല ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഒരു മണ്ഡലകാലം വ്രതാനുഷ്ഠാനം എടുത്ത് ആ ശുദ്ധിയോടും ആ മനസ്സോടും കൂടി, മറ്റൊന്നും കൊണ്ടല്ല, ശബരിമലയിൽ മാത്രമാണ് ഭക്തരായിട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ആ മാല ധരിക്കുന്നതോടുകൂടി അയ്യപ്പനായി മാറുകയാണ്. ശബരിമലയിൽ നമ്മൾ 18 പടികൾ കയറി മുഴിച്ചിരുമ്പോൾ കാണുന്ന തത്വമസി എന്ന പൊരുൾ, ആ ബോർഡ് അവിടെ സ്ഥാപിച്ചത് സാക്ഷാൽ സ്വാമി ചിന്മയാനന്ദനാണ്. ആ തത്വമസി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ എന്നും ആവണമെങ്കിൽ, ഞാൻ നീ ആവണമെങ്കിലും നീ ഞാനായി മാറണമെങ്കിലും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടാവണം. ശബരിമലയിൽ മാത്രമാണ് എല്ലാം അയ്യപ്പൻ. അവിടെ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന അയ്യപ്പനാണ്. അവിടെ പൂജ ചെയ്യുന്ന മേൽശാന്തിമാരായാലും അല്ലെങ്കിൽ തന്ത്രിമാരായാലും മറ്റ് ശാന്തിക്കാരായാലും എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ അയ്യപ്പന് വേണ്ടി ജോലി ചെയ്യുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ കാവി നിൽക്കുന്ന പോലീസുകാരും മറ്റുള്ള എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ ഭഗവാനെ കണ്ട് പുണ്യം നേടാൻ വരുന്ന ഓരോ ഭക്തനും അയ്യപ്പനാണ്. ഇപ്പൊ എല്ലാം അയ്യപ്പനായി തീരുന്ന ഒരു പുണ്യ സങ്കേതമാണ്. അപ്പൊ അവിടെ എത്തണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതായി മാറണം. അല്ലാതെ ഞാൻ ശബരിമലയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒരു മാലയും എടുത്തിട്ട് എവിടെയെങ്കിലും പോയി ഒരു കെട്ടും നിറച്ച് ശബരിമലയിൽ പോകുക എന്ന് പറയുന്നത്, അതിനും കൃത്യമായി ഭൂതനാവകിനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശബരിമലയിൽ പോകുന്നതിൻ്റെ എന്താണ് പ്രയോജനമെന്ന്. നമ്മൾ പച്ചയ്ക്ക് നാടൻ ഭാഷയെ പറഞ്ഞാൽ പട്ടി ചന്തയിൽ പോയ പോലെ ഇരിക്കും. അതായിരിക്കും ശബരിമലയിൽ അങ്ങനെ പോകുന്നതുകൊണ്ടുള്ള പ്രയോജനം. അപ്പൊ അത് ഓരോ വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിച്ച് അതിൻ്റെതായ രീതിയിൽ, പണ്ടൊക്കെ എരുമേലി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അയ്യപ്പസ്വാമി അന്ന് അവിടെ ഈ മഹിഷി മർദ്ദനം കഴിഞ്ഞ് ഈ ഉദയനെ അമർച്ച ചെയ്ത് ക്ഷേത്രം വീണ്ടെടുത്ത് ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഓരോരുത്തർക്കും അദ്ദേഹം ഓരോ സ്ഥാനങ്ങൾ നൽകി. കൂടെ ഉള്ള എല്ലാവർക്കും, കറുത്ത സ്വാമിക്കായാലും കറുപ്പായി അമ്മയ്ക്കായാലും കറുപ്പസ്വാമിക്കായാലും, അതുപോലെ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിവഭൂതമായ വാപുരന് കൃത്യമായ സ്ഥാനം അദ്ദേഹം നൽകി. കാരണം അന്ന് എരുമേലി വഴിയാണ് ശബരിമലയിലേക്ക് യാത്ര. എരുമേലിയിൽ എത്തുന്ന ഭക്തരെ സുരക്ഷിതരായി ആ കാനനത്തിലൂടെ ശബരിമല സന്നിധാനത്ത് എത്തിക്കാനും തിരിച്ചെത്തിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വമാണ് വാപുരസ്വാമി ഏൽപ്പിച്ചത്. വാപുരസ്വാമിക്ക് പ്രത്യേകം സ്ഥാനവും എരുമേലിയിൽ നൽകി. ആ വടിയമ്പലത്തിനും ചെറിയമ്പലത്തിനും ഇടയിലായി സ്ഥാനവും നൽകി. അതെല്ലാം കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം നശിപ്പിച്ചു പോയി എന്നുള്ളതാണ് സത്യം. ഇന്നും എരുമേലിയിൽ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. എരുമേലിൽ കൊച്ചമ്പലത്തിലേക്ക് നിങ്ങൾ കയറുന്നതിന് മുമ്പ് അവിടുത്തെ ആ പടിവാതിലിൽ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോ പ്രതിഷ്ഠയുണ്ട്. വലതുഭാഗത്ത് കടുത്ത സ്വാമിയുടെ പ്രതിഷ്ഠ ഇന്നും നിലനിൽക്കുന്നു. ഇടതുഭാഗത്ത് വാപുരസ്വാമിയുടെ പ്രതിഷ്ഠയായിരുന്നു. ഇന്നിപ്പോ അവിടെ പ്രതിഷ്ഠയില്ല. ആ വിഗ്രഹം എവിടെ പോയെന്നറിയില്ല. അവിടെ വാപുരസ്വാമി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. താഴെ ഒരു പ്രഭയുണ്ട്. പ്രഭ എന്തിനാ? വിഗ്രഹത്തിനാണ് പ്രഭ. ഇന്ന് അവിടെ ഒരു പ്രഭ മാത്രമുണ്ട്. പ്രഭയ്ക്കകത്തൊരു കാണിക്ക വെഞ്ചിയിരിപ്പുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിഗ്രഹം എന്ന് പറയുന്നത് കാണിക്ക വെഞ്ചിയാണ്. കാണിക്ക വെഞ്ചി കൃത്യമായിട്ട് ആ പ്രഭയ്ക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. വിഗ്രഹമില്ല. വലത് സൈഡിൽ കടുത്ത സ്വാമിയുടെ വിഗ്രഹമുണ്ട്, ഇടത് സൈഡിൽ ദേവസ്വം ബോർഡിന്റെ വിഗ്രഹം കാണിക്ക വെഞ്ചിയുണ്ട്.